എങ്ങനെയാണ് അള്ളാഹുവിനെ നാം സ്നേഹിക്കേണ്ടത്? അള്ളാഹു നമ്മളെ എങ്ങനെ സ്നേഹിക്കും? ഈ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എങ്ങനെ അള്ളാഹുവുമായിട്ടടുക്കും? ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, പക്ഷെ അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജുസ് സാലിഖീൻ എന്നുള്ള കിതാബിൽ 10 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അള്ളാഹുവിനെ നാം സ്നേഹിക്കാനും അള്ളാഹുവിൻ്റെ സ്നേഹം പരിപൂർണമായും നമുക്ക് ലഭിക്കാനും കാരണമാകുന്ന 10 കാരണങ്ങൾ. ഈ കാരണങ്ങൾ ഓരോന്നും നമ്മൾ പറയുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അതിൽ 5 ഗുണങ്ങളുണ്ടെങ്കിൽ ബാക്കി 5 ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കണം. കാരണം വിഷയം എന്താണ്? അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടലാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്നതോടൊപ്പം നാം അള്ളാഹുവിനെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികളുടെ ഗുണമാണ് അവർ അള്ളാഹുവിനെ ഏറ്റവും ശക്തമായി സ്നേഹിക്കുന്നവരായിരിക്കും. പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നമുക്ക് പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുമ്പോൾ, അതിൽ പാപങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ദില്ലത്തിനെക്കുറിച്ച്, നിന്ദയെക്കുറിച്ച് ഒരാളുടെ മനസ്സിൽ ബോധമുണ്ടാകുമ്പോൾ തിന്മ ചെയ്യാനുള്ള ലജ്ജയുണ്ടാകും. അങ്ങനെ ലജ്ജയോടുകൂടി തിന്മകളിൽ നിന്ന് മാറി നിന്നാൽ പിന്നീട് അവൻ അള്ളാഹുവിൻ്റെ മുഹിബ്ബായി മാറും, വലിയായിട്ട് മാറും, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറും. അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എണ്ണിപ്പറയുന്ന കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അത് പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ക്ഷമ ലഭിക്കാൻ, സ്വബർ ലഭിക്കാൻ ശക്തമായ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാരണമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നുള്ളത്. അള്ളാഹുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ അടിയുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് ചെയ്യൽ, അള്ളാഹുവിനെ അനുസരിക്കൽ, ഹറാമിൽ നിന്ന് മാറി നിൽക്കൽ വളരെ എളുപ്പമാണ്. എന്നാൽ പാപങ്ങൾ, തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ സ്നേഹം ബലഹീനമാകുമ്പോഴാണ്, ഈ മഹബ്ബത്ത് ബലഹീനമാകുമ്പോഴാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ച് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനും അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെ പേരിൽ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിന് ഉമർ റളിയല്ലാഹു തആല ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, നിഅമൽ അബ്ദു സുഹൈബ്. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു എത്ര നല്ല അടിമയാണ്, സഹാബിയാണ്. ലൗലം യഖഫില്ലാഹ ലം യഅസി, അദ്ദേഹത്തിന് ശിക്ഷ പറഞ്ഞ് നരകമുണ്ടെന്ന് പേടിപ്പിച്ച് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പേടിപ്പിച്ചിട്ടില്ല എങ്കിലും, അത്തരത്തിലുള്ള പേടിയില്ല എങ്കിലും അദ്ദേഹം അള്ളാഹുവിനെ അനുസരിക്കുമെന്നുള്ളതാണ്. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾ എപ്പോഴും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ചിന്തയും ബോധവും സദാസമയവും ഉണ്ടാകുമെന്ന് മഹാനവറുകൾ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി അദ്ദേഹം ഉണർത്തുന്നുണ്ട്. സ്നേഹം മാത്രം ഉണ്ടായതിൻ്റെ പേരിൽ ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ജലാലിയത്ത്, അളമത്ത്, മഹത്വം, പേടി മനസ്സിൽ രൂപപ്പെടണം. സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ മാത്രം അനുസരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു ആരാണ് എന്നും, അള്ളാഹു എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നും, നമ്മുടെ അവസാനം എവിടേക്കാണ് എന്നും, നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും, അള്ളാഹു ആരാണ് എന്നുമൊക്കെയുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് ആ സ്നേഹം ഫലപ്രദമാവുകയുള്ളൂ, ഉപകാരമുള്ളതാവുകയുള്ളൂ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം ശരിക്ക് ശ്രദ്ധയോടുകൂടി പരിശോധിക്കണം. അത് നമ്മുടെ വിഷയത്തിൽ മാത്രമല്ല, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച്
നമ്മുടെ പെൺമക്കളുടെ വിഷയത്തിൽ. കാരണം ആൺമക്കൾ പല രീതിയിലുള്ള നസീഹത്തുകൾ ലഭിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, പല സ്ഥലത്തു നിന്നും അവർ ഉപദേശങ്ങൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കൂടുതൽ ഉപദേശങ്ങൾ കേൾക്കേണ്ടത്, നസീഹത്തുകൾ കേൾക്കേണ്ടത് നമ്മുടെ പെൺമക്കളാണ്. കാരണം അവരാണ് അടുത്ത ജനറേഷനെ വാർത്തെടുക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവർ പെൺമക്കളാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഒരാൾക്ക് 3 പെൺമക്കളുണ്ടായി, ആ പെൺമക്കളെ യുഅദ്ദിബുഹുന്ന, അവരെ നല്ല തർബിയത്തിൽ ഇസ്ലാമിൻ്റെ മുഴുവൻ നിയമങ്ങളും പഠിപ്പിച്ച് ആ തർബിയത്തിൽ വളർത്തി വലുതാക്കി അവരോട് കരുണ കാണിച്ച് അവരെ എല്ലാ അർത്ഥത്തിലുമുള്ള രീതിയിൽ അവർക്ക് വേണ്ടി സമ്പത്തും സമയവും ചെലവഴിച്ച് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വജബത്ത് ലഹുൽ ജന്ന അൽബത്ത, ഉറപ്പായും അല്ലാഹു തആല സ്വർഗം കൊടുക്കുന്നതാണ്. സ്വർഗം നിർബന്ധമാണെന്നാണ്. ഫലായിൽ കേട്ടപ്പോൾ, മഹത്വം കേട്ടപ്പോൾ സഹാബാക്കൾ, 2 പെൺമക്കളുള്ള സഹാബാക്കൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു എന്നാണ്. 2 പെൺമക്കളുള്ള ഉപ്പയുടെ അവസ്ഥ എന്താണ്? അവർക്കും ഇതേ പ്രതിഫലമാണ്. ഒരു പെൺകുട്ടിയുള്ള ഉപ്പയുടെ അവസ്ഥ എന്താണെന്ന് വീണ്ടും സഹാബാക്കൾ ചോദിച്ചപ്പോൾ അവർക്കും ഇതേ മഹത്താണ്. അതുകൊണ്ട് പെൺമക്കളുടെ വിഷയത്തിൽ, അവർക്ക് തർബിയത്ത് ചെയ്യുന്ന വിഷയത്തിൽ വളരെയധികം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കണം. കൂട്ടത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ആൺമക്കളുടെ വിഷയത്തിലും പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന 10 കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിലുണ്ടോ എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുർ വത്തഫഹും ലിമആനി. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും നമ്മുടെ കണ്ണ്, ഹൃദയം ഖുർആൻ്റെ ഏടുകൾ വായിക്കാതെ ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിങ്ങനെ കണ്ണോടിച്ചു പോയി കഴിഞ്ഞാൽ, എൻ്റെ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നും എത്ര പേജുകൾ പാരായണം ചെയ്തു, എത്ര സൂറത്തുകൾ ഞാൻ പഠിച്ചു, അർത്ഥം മനസ്സിലാക്കി എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയ. ഖുർആനുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കിയാലേ അള്ളാഹുമായിട്ടുള്ള സ്നേഹം നമുക്ക് ദൃഢമാക്കാൻ കഴിയുള്ളൂ. ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിയദ്ദബ്ബറു ആയാത്തിഹി, ഖുർആനിൻ്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ അധികമായിട്ട് ഓതണം. അത് ഓതുമ്പോൾ വലാ തൻസുറൂഹു നസ്റദ്ദഖൽ, ഈ താഴ്ന്ന ക്വാളിറ്റിയുള്ള തരം താഴ്ന്ന ഈ ഈത്തപ്പഴങ്ങൾ അറബികൾ സാധാരണ വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ നിങ്ങളത് ഖുർആൻ അത് വ്യക്തമായി ഓതാതെ, തജ്വീദോട് കൂടി ഓതാതെ, അർത്ഥം ചിന്തിച്ച് ഓതാതെ സ്പീഡിൽ ഓതാൻ പാടില്ല എന്ന് പറയാണ്. വലാ തഹുദ്ദൗഹു ഹാദാ ശഅർ, അതുപോലെ തന്നെ ചില ആളുകൾ പാട്ടുകൾ പാടുന്നത് പോലെ അല്ലെങ്കിൽ പാട്ടുകൾ ആസ്വദിക്കുന്നത് പോലെ, അഥവാ പാട്ടുകൾ പലതിൻ്റെയും അർത്ഥം അറിയില്ല, പക്ഷെ അതിൻ്റെ രീതിയും മ്യൂസിക്കൊക്കെ കേട്ടിട്ട് അതിൽ മതിമറന്ന് നിൽക്കുന്നത് കാണാം. അതുപോലെ നിങ്ങൾ ഖുർആൻ ഓതരുത്. അഥവാ ഈണത്തിൽ ഇങ്ങനെ ഓതിപ്പോവുക, അതിൻ്റെ അർത്ഥം അറിയാതെ പോവുക, ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പിന്നെ മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു വഹദികു ബിഹിൽ ഖുലൂബ്, ഖുർആൻ ഓതുമ്പോൾ അത് മനസ്സിനൊന്ന് കുലുക്കണം. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും, ഈമാൻ വർദ്ധിക്കണം, ചേഞ്ച് ഉണ്ടാകണം. അതിന് ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാലും പ്രതിഫലമുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ്റെ അർത്ഥം അറിയണം. നമ്മൾ ഒരു ദിവസം ഒരു ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസം ഒരു ആയത്തിൻ്റെങ്കിലും, കുറഞ്ഞത് ഒരു ആയത്തെങ്കിലും, അല്ലെങ്കിൽ വരികൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പേജിൽ 15 ലൈൻ ഉണ്ടെങ്കിൽ ഒരു 5 ലൈൻ അല്ലെങ്കിൽ ഒരു 3 ലൈൻ ഞാൻ ദിവസവും ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കുമെന്നുള്ള ഉറച്ച നിയ്യത്ത് വെക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള കാരണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾ നമുക്ക് കത്തയച്ചിട്ട് ആ കത്തിലുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് ബന്ധമായിരിക്കും പിന്നെ അയാളുമായിട്ടുണ്ടാകുക? വാട്സാപ്പിൽ ഒരാൾ നമുക്ക് മെസ്സേജ്, നമ്മളത് നോക്കുന്നു പോലില്ല എങ്കിൽ അയാൾ എന്താ വിചാരിക്കുക? അയാൾ കണ്ടു, മെസ്സേജ് കണ്ടു, പിന്നെ എന്നിട്ടും എന്ത് വായിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് റീപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ വളരെ വിഷമം നമുക്കുണ്ടാകും. അദ്ദേഹം എന്നെ അവഗണിച്ചു എന്നുള്ള ചിന്ത ഉണ്ടാകും. ഖുർആൻ നമുക്ക് അല്ലാഹു തആല അയച്ചു തന്നിട്ട് ആ ഖുർആനോടുള്ള ബന്ധം നമ്മൾ ശരിയാക്കിയിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് അല്ലാഹുമായിട്ട് അടുക്കാൻ സാധിക്കുക? വലാ യകുൻ ഹമ്മു അഹദികും അജ്റസ് ആഖിറ സൂറ, മഹാനവറുകൾ പറയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാണ്, നിങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ
സൂറത്തുൽ ബഖറ രാത്രിയിൽ ഓതൽ സുന്നത്താണ്. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അത് ഓതുന്ന സമയത്ത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഓതരുത്. അത് ഓതി തീരരുതേ. അതിൻ്റെ ഓരോ ആയത്തുകളും അർത്ഥം ചിന്തിച്ച് തജ്വീദോടു കൂടി ഓതാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഖുർആനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുക. രണ്ടാമത് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് മുഅക്കദായ സുന്നത്ത് എന്നാണ് നമ്മൾ പറയുക, ശക്തമായ സുന്നത്ത്. നമ്മൾ എപ്പോഴാണ് നമസ്കാരത്തിലേക്ക് എത്തുക? ഫർദ് നമസ്കാരങ്ങൾ നമ്മൾ എപ്പോഴാണ് നിസ്കരിക്കാറുള്ളത്? പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഇമാമ് കൈകെട്ടി കഴിഞ്ഞിട്ടുണ്ടാകും. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, ളുഹറിന് മുമ്പ് കുറഞ്ഞത് 2 റക്അത്തുണ്ട്, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തുണ്ട്, ഇശാക്ക് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്തുകളാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. ആ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് അള്ളാഹുമായിട്ടുള്ള സ്നേഹം ലഭിക്കുക? ഹദീസിൽ അള്ളാഹു തആല അങ്ങനെ തന്നെ പറയുന്നുണ്ട്. വലിയനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് പറയുമ്പോൾ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തുകളെ കൊണ്ട് അവർ എന്നിലേക്ക് അടുക്കുന്നതാണ്, അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നതാണ്. പിന്നെ അവൻ്റെ കണ്ണ് ഞാനായിട്ട് മാറും, കൈ ഞാനായിട്ട് മാറും, കാല് ഞാനായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുദ്സിയായ ഹദീസിൽ പറയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളോടുള്ള മനോഭാവം എന്താ? ചെയ്താൽ കൂലി, ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയില്ല. അപ്പോൾ ഫർളിനോടുള്ള മഹത്വം പോലും സുന്നത്തിനോടില്ല. ഒരാൾ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവും ദുനിയാവിൻ്റെ മുഴുവൻ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ മഹത്വമാണെന്ന് നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക നാളെ പരലോകത്തെത്തുമ്പോഴാണ്. നമ്മൾ ആ ദുനിയാവിൻ്റെ എത്രയോ നിസ്സാരമായ കാര്യങ്ങൾ സമ്പാദിക്കാൻ, അല്ലെങ്കിൽ ഉറക്കം ലഭിക്കാൻ, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള ലഘവിയായ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കുന്നത്. മുഅക്കദായ സുന്നത്ത് നമസ്കാരങ്ങൾ ഒരാൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞു, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വീട് കൊടുക്കുന്ന. നമുക്ക് ആ സ്വർഗ്ഗത്തിലെ വീട് വേണ്ട, നമുക്ക് ഫർള് നിസ്കരിച്ചാൽ മതി അല്ലേ? ബാക്കിയുള്ള ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത്, ശേഷമുള്ള 2 റക്അത്ത് അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം ആദ്യം. നമ്മളെ കണ്ടിട്ടല്ലേ മക്കൾ പഠിക്കുക. ഒരു നമ്മൾ മക്കൾക്ക് നസീഹത്തുകൾ കേൾപ്പിച്ചു, അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തതുകൊണ്ട് കാര്യമായ ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ അമലുകളാണ്. നമ്മൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് വാപ്പ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, മക്കൾ അത് കണ്ട് വളരും. നമ്മൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ മൊബൈലുകളിലാണ് മുഴുകിക്കൊണ്ടിരിക്കുന്നത്, അനാവശ്യമായ ലഘവിയായ വർത്തമാനങ്ങളിലാണ് മുഴുകുന്നത്, മക്കൾ അത് കണ്ട് വളരും. പിന്നെ മക്കൾ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? മൂന്നാമത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, നാവും ഹൃദയവും അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് എപ്പോഴും സജീവമാകണം. മുനാഫിക്കീങ്ങളുടെ ഗുണമാണ് അവർ അള്ളാഹുവിനെ കുറച്ച് മാത്രമേ ഓർക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ മുനാഫിക്കീങ്ങളുടെ ഗുണത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അള്ളാഹിൻ്റെ സ്നേഹം ലഭിക്കുക? ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനാണ്. നമ്മളെ സ്നേഹിക്കുന്ന ആളെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ അള്ളാഹുവിനെ സ്നേഹിച്ചു എന്ന് പറയാ? അള്ളാഹു തആല പറയുന്നുണ്ടല്ലോ, എന്നെ ഒരാൾ മനസ്സിലോർത്താൽ ഞാൻ അവനെ മനസ്സിൽ ഓർക്കുന്നതാണ്. നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ അള്ളാഹു എങ്ങനെ നമ്മൾ ഓർക്കും? എന്നെ ഒരാൾ വലിയൊരു സദസ്സിൽ വെച്ച് ഓർത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സദസ്സിൽ, മലക്കുകളുടെ സദസ്സിൽ ഞാൻ അവനെ ഓർക്കുമെന്നാണ്. നമ്മൾ അങ്ങനെ പറയുന്നില്ല എങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിന് നമ്മളോട് സ്നേഹം ഉണ്ടാകുക? എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകുക? നാലാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും നമ്മൾ താല്പര്യം കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇച്ഛകൾക്കും അനുസരണയിലായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയെ താല്പര്യത്തേക്കാൾ നമ്മുടെ താല്പര്യത്തിന് പരിഗണന കൊടുത്തിട്ടുണ്ടെന്ന് ഒരുപാടുണ്ടാകും. പലിശ ഹറാമാണെന്നറിഞ്ഞിട്ടും, വട്ടി ഹറാമാണെന്നറിഞ്ഞിട്ടും, ഗീബത്തും നമീമത്തും ഹറാമാണെന്നറിഞ്ഞിട്ടും, അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ടുള്ള കൊഞ്ചിക്കൊഴഞ്ഞുള്ള സംസാരങ്ങളും മുലാഖാത്തുകളും ഹറാമാണെന്നറിഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ താല്പര്യത്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതെല്ലാം നമ്മുടെ ഇച്ഛകൾക്കാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. 7 കാര്യങ്ങൾ അള്ളാഹു തആല ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള കാര്യം, ഒന്ന് നമ്മുടെ മാതാപിതാക്കൾ, പിന്നെ നമ്മുടെ മക്കൾ, പിന്നെ നമ്മുടെ ഫാമിലി, സഹോദരങ്ങൾ, ഭാര്യമാർ,
എന്നിട്ട് വീണ്ടും എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ കുടുംബം. ഇതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ്, ഫാമിലി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു സമ്പത്ത്, കച്ചവടം. ഈ 7 കാര്യങ്ങൾ നമ്മൾ അതിലിങ്ങനെ മുഴുകിക്കിടക്കാണ്. ഇതിനേക്കാൾ നമുക്ക് അള്ളാഹും അള്ളാഹു റസൂലായിരിക്കണം ഇഷ്ടപ്പെട്ടത്. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി. ഈ 7 വസ്തുക്കളേക്കാൾ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്താണ്. 5-മതായി അള്ളാഹുവിനെ നമ്മൾ കടുപ്പുണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ പേരുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് നല്ല പേരുകളുണ്ട്. അള്ളാഹുവിൻ്റെ പേരുകൾ കേൾക്കുമ്പോൾ അതിനോടുള്ള അളമത്ത് നമുക്ക് വരാറില്ല. എന്താ കാരണം? ആ പേരുകളുടെ അർത്ഥം നമുക്കറിയില്ല. 100 പേരുകളുണ്ട്, ആ പേരുകൾ എന്താണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം അള്ളാഹുവിൻ്റെ പേരുകൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ പുറമെ അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള സ്നേഹം നമുക്കുണ്ടാകും. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ പേര് പോലും നമുക്കറിയില്ല എങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ നാം സ്നേഹിക്കുന്നുണ്ടെന്നറിയാം? എൻ്റെ ഉപ്പാടെ പേര് അറിയാതിരിക്കുമോ? എത്ര പേരുണ്ടായാലും നമുക്കറിയില്ലേ? എൻ്റെ ഉമ്മയുടെ പേരറിയില്ലേ? എൻ്റെ 10 സഹോദരങ്ങളുണ്ട്, അതിൽ 5 പേര് മാത്രം ഓർമ്മയുള്ളൂ, അങ്ങനെ ഉണ്ടാവോ? ഇല്ലല്ലോ. നമുക്ക് അള്ളാഹുവിൻ്റെ പേരുകൾ അറിയേണ്ട. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം എന്താ? അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ പഠിക്കണം, അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം, അത് വെച്ച് നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. 6-മത്തെ ഗുണം, അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നാം തിരിച്ചറിയണം എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ടാകും സുഖമില്ലാതെ കിടക്കുന്നവർ, കാഴ്ചയില്ലാതെ നടക്കുന്നവർ, കാലില്ലാതെ ജീവിക്കുന്നവർ, വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവർ, വലിയ ദാരിദ്ര്യം, അതായത് നമ്മളെക്കാളും അനുഗ്രഹങ്ങൾ കുറഞ്ഞവരെ നമുക്ക് കാണാറുണ്ടല്ലോ. ആ സമയത്ത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നമുക്ക് ഓർമ്മ വരാറുണ്ടോ എന്ന് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ എന്ത് പറയും? ഇത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. ഒരു അറാബിയോട് വലിയ ഒരുപാട് ആടുകളെ മേച്ചു കൊണ്ടുപോയപ്പോൾ ലിമൻ ഹാദൽ മാൽ, ഇത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു ലില്ലാഹി ഫി യദി, അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു എനിക്ക് തന്നതാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാകണം. 7-മതായി വളരെ പ്രധാനപ്പെട്ട, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സ് നാം ചെറുതാക്കണം. അള്ളാഹുവാണ് വലുത്. നമ്മൾ എത്ര അമലുകൾ ചെയ്താലും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് പകരമാവുകയില്ല എന്നുള്ള ചിന്ത ഉണ്ടാകണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആ ദുആയിൽ പറയാറുണ്ട്. അബൂ ഉലക ബിനിഅമതിക അലയ്യ വ അബൂ ബിദംബി. എന്താ അർത്ഥം? അള്ളാഹു, നീ എനിക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുകയാണ്. നീ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. വ അബൂ ബിദംബി, ആ അനുഗ്രഹങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ എൻ്റെ പാപത്തെയും ഞാൻ സമ്മതിക്കുകയാണ്. ഈ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ കാരണമാകും. എപ്പോഴും വിനയമുള്ളവരായിട്ട് മാറുക, അഹങ്കാരികളാകാതിരിക്കുക. 8-മത്തെ ഗുണം, നമ്മൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കും, ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ ആഗ്രഹിക്കും. നമ്മൾ സ്നേഹിക്കും നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരായിട്ട് നമുക്കൊരു പ്രത്യേക ഒരു റൂം, പ്രത്യേക ഒരു വീട്, പ്രത്യേക ഒരു വാഹനം, നമ്മുടെ ജ്യേഷ്ഠന്മാരുണ്ടാകും, അനിയന്മാരുണ്ടാകും, മാതാപിതാക്കളുണ്ടാകും, അവരായിട്ട് സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ ഉപ്പയോടൊപ്പം സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കും. നമ്മൾ മനുഷ്യരാണ്, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, നമ്മളെ ഉമ്മയേക്കാൾ 100 ഇരട്ടി സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ്, ആ റബ്ബുമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എത്ര നിമിഷങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് തഹജ്ജുദിൻ്റെ സമയങ്ങൾ, അല്ലാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും, എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുന്ന ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ടോ എന്നാണ്. അപ്പോൾ അള്ളാഹുമായിട്ട് നബിതങ്ങൾ എപ്പോഴും നബിതങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ രഹസ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ അള്ളാഹുമായിട്ട് സമയം കണ്ടെത്തും. ഔലിയാക്കൾ, സഹാബാക്കൾ, താബിഈങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. അവർ കൂടുതൽ അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണം വർദ്ധിപ്പിക്കുമായിരുന്നു. നമ്മളത് വർദ്ധിപ്പിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. 9-മത്തെ ഗുണം, അള്ളാഹു സ്നേഹിക്കുന്ന സ്വാലിഹീങ്ങളുണ്ട്, മുത്തഖീങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, ആബിദീങ്ങളുണ്ട്. അവരുമായിട്ട് നമ്മൾ എപ്പോഴും സഹവാസം ഉണ്ടാകണം എന്നാണ്. അവരുമായിട്ടുള്ള സഹവാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ എഫക്റ്റ് ചെയ്യുമെന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. 10-മത്തെ കാര്യം,
മുബാഅദത്തു കുല്ലി സബബിൻ യഹൂലു ബൈനൽ ഖൽബി വബൈന അല്ലാഹ്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഇടയിലും മറയായി നിൽക്കുന്ന എന്തെല്ലാം ഉണ്ട് അതൊക്കെ വലിച്ചെറിയണമെന്ന. നമ്മൾ കച്ചവടത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കണം. ആ സമയത്ത് ബാങ്ക് കൊടുത്തിട്ട് നമുക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഞാൻ എന്താണ് തിരുത്തേണ്ടത്. നമ്മൾ മൊബൈലിലാണ്, മൊബൈൽ മുഴുകിയിട്ട് നമ്മൾ പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് മറയാകുന്ന, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ മറയാക്കുന്ന എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും, അള്ളാഹുവുമായി അടുക്കാൻ സാധിക്കുമെന്ന് ഇബ്നു ഖയ്യിം റഹ്മഹുല്ല പറയാണ്. അള്ളാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഈ 10 കാര്യങ്ങൾ അനുസരിക്കുന്നവരാക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയും അള്ളാഹു തആല അത്തരത്തിലാക്കുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനും അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കാനും ഒക്കെ അള്ളാഹു നമുക്ക്